ആകാശവാണി. കാനികൻ നാടകരചന പ്രൊഫസർ കിളിമാനൂർ വിശ്വംഭരൻ. പങ്കെടുക്കുന്നവർ രാജൻ വട്ടൂളി, പുഷ്പരാജൻ, SR ചന്ദ്രൻ, CP ഭാസ്കരൻ, കോന്നിയൂർ വിജയകുമാർ, KA മുരളീധരൻ, ഇരവി ഗോപാലൻ, PC തങ്കം, ലീലായം ചന്ദ്രൻ. കാനികൻ. ചിരിച്ച് ചിരിച്ച് എന്നെ മയച്ചു മാറ്റി നിർത്താനൊന്നും നോക്കണ്ട. എത്ര നേരം ചിരിച്ചാലും കൊള്ളാം. ഇന്നത്തെ നായാട്ടിന് ഈ മങ്കപ്പെണ്ണും കൂടെ വരും, തീർച്ച. ഏതിനും എന്റെ പൊന്നെ ഇപ്പൊ വേണം, ഇപ്പൊ തന്നെ വേണം. ഈ മങ്കപ്പെണ്ണും കൂടെ വരും, തീർച്ച. ഈ കാനികം പോകുന്നത് നായാട്ടിനാ, കൊടുങ്കാട്ടിലേക്ക്. അതറിഞ്ഞൂടെ മകൾക്ക്? നായാട്ടിന് ഇപ്പം തനിച്ചു പോണ്ടാന്ന്. തനിച്ചു പോകാതെ മങ്കപ്പെണ്ണിനെ കൂട്ടി പോണ? ഈ മങ്കപ്പെണ്ണും കൂട്ടിന് വരും. നല്ല കൂട്ട്. കല്യാണം നടന്നിട്ട് ഒരു ചന്ദ്രമാസം നീങ്ങില്ല. വേണ്ട. ചേരിയും വിട്ടിട്ടേ ഉള്ളുവനത്തിലോട്ട് പോണത് കഞ്ഞിയും കറിയും വെക്കാനല്ല, കഞ്ഞിക്കും കറിക്കും വക നേടാൻ. മങ്കപ്പെണ്ണാളുകളെ ഉള്ളുവനത്തിലേക്ക് വിടുന്നത് ഈ ചിങ്കിലുവനച്ചേരിയിലുള്ള വെള്ളുവ മലവേട മക്കൾ അറിഞ്ഞിട്ടില്ല. ആണാലിനെ ഉള്ളുവനത്തിലോട്ട് തനിച്ച് വിടുന്നത് ചിങ്ങവനശ്ശേരിയിലെ മങ്കമാരും അറിഞ്ഞിട്ടില്ലാന്ന്. അതിനിപ്പോ ഈ മങ്കപ്പെണ്ണും കൂടെ വരണുണ്ട്, കട്ടായമായിട്ടും വരും. കൂടെ വന്ന് ഉരുവങ്ങളെ കണ്ട് പേടിച്ച് നെട്ടപ്പറയെ വിളിക്കാനാ? വിളിച്ച് ആകാളിക്കൊന്നുമില്ല. പിന്നെ ആണാലിന് തുണയായിട്ട് നിഴലാട്ടം കണക്ക് കൂടെ നിന്നോളാം. എന്റെ പൊന്നു മങ്കേ, ഉള്ളുവനത്തിലാ നിഴലാട്ടവും പുകിലാട്ടവും ആയത് ഈ മങ്കപ്പെണ്ണിനെ അറിയാവുന്നേ. എന്തറിയാ? ഉരുവത്തിനെ കൈനാട്ടി മറച്ചിട്ടിട്ട് പുകിലാട്ടം ആടാൻ അറിയാം. എന്തോ ഒക്കെയാ എന്റെ പുതുമങ്കപ്പെണ്ണ് കിണിക്കിണി. ചെവിയിലും മന്ത്രം ചൊല്ലൊന്നും വേണ്ടെന്ന്, കൂടെ തന്നെ വരും. മങ്കപ്പെണ്ണാളിന്റെ കയ്യിലും തുമ്പപ്പണയും വാക്കത്തിയും മുളയിരുമ്പും മുറുക്കി പിടിച്ചാലേ തെന്നിത്തെറിച്ചു പോകുന്നില്ല. എന്റെ മങ്കക്കന്നിയുടെ കയ്യില് വെറ്റേമാനും കാട്ടിലെ മുല്ലപ്പൂവും തന്നെ. അങ്ങനെയൊന്നും പറയണ്ട. മാനിനെയും പന്നിയെയും കാട്ടിയെയും ചെറുക്കാൻ ഈ മങ്കപ്പെണ്ണിനും അറിയാം. ചിങ്ങവനശ്ശേരിയില് കുരുത്ത് വളർന്നവളാണ് കാനികൻ എന്ന വെള്ളുവ ചെറുവേടന്റെ പുതുപ്പെണ്ണ്. നമ്മുടെ കല്യാണവും വെറ്റേമ്മയും തീറ്റിയും നടന്നതിന്റെ ശേഷം ഇന്ന് കന്നി നായാട്ടിനല്ലേ പോണത്? കല്യാണക്കോടി മുണ്ട് വീച്ചി പിടിച്ചിട്ട് നാളെയും മറ്റന്നാളും കൂടി ആവുമ്പോ ഒരു മാസവും തരും. അതിനു മുമ്പ് മിന്നായം കണക്കല്ലേ നായാട്ടിന് ഇറങ്ങാനുള്ള ഒരുക്കം. നായാട്ടിന് പോവാന് ഇത്രയും മതിയെന്ന്. ഉടുക്കാൻ അന്ന് നേരത്തിന് കൈനീട്ടി വാങ്ങിയ കല്യാണ ചേല, മാറിലേക്ക് പുള്ളിമാൻ തോലും. എന്നാൽ ഇറങ്ങാം. വാക്കത്തിയും കുറുവളയും നല്ലത് നോക്കിയെടുത്തോളണം. ഇതെന്തൊരു കണ്ണിന്റെ പോളിയിൽ ഒരു അടയാളം പോലെ നോക്കട്ടെ. ഇവിടം നല്ല ഒരു ചെറുപ്പ് വീഴ്ത്തിരിയുന്ന കാവും മാനുകൾ മേയാനും കളിയാടാനും വന്നു നേരം. ഇവിടെ വെയിലിന്റെ വെട്ടമേ ഇല്ലല്ലോ. നട്ടുച്ച നേരത്തും ഇവിടെ ഇരുമ്പറഞ്ഞ മാതിരി പേപ്പിടിക്കൂട്ടം. നമ്മൾക്ക് ഇവിടെ ഈ കാട്ടുമുല്ലക്കുടലിന്റെ അകത്ത് ഒളിച്ചിരിക്കാം. പെൺമാനും ആൺമാനും കളിയാടാൻ വരുമോ? ചിലപ്പോഴും വരും. അവര് ചിലപ്പോഴേ നമ്മളെപ്പോലെ കെട്ടുകല്യാണം കഴിഞ്ഞിട്ട് പുതുമൂടി അടങ്ങാത്തവരും ആയിരിക്കും. എന്നാലേ ഒരു കാര്യം. എന്താ കാര്യം? ഇപ്പൊ പറഞ്ഞ പോലെ പുതുമോടി അടങ്ങാത്ത ആൺമാനും പെൺമാനും കൂടെയാണ് വരുന്നെങ്കിൽ അങ്ങനെ വരുന്ന മാനുകളെ ചൂണ്ടി കൈനാടി അമ്പ് വിടല്ലേ. ഏതിനും മിണ്ടാതിരുമകെ. നിന്റെ ഈ മണിക്കിലിക്കും കേട്ടാല് ഉരുവങ്ങൾ മണത്തറിഞ്ഞിട്ട് തിരിഞ്ഞ് എവിടെയെങ്കിലും ഓടികളി. ഇല്ല, ഇനി മിണ്ടൂല. ഓ, അതിനു മുമ്പ് പിണക്കോ? ഒരു പിണക്കും ഇല്ല. ഏനെ ഇച്ചിരി ഒന്ന് നടുനീർത്തി കിടക്കണം. അതിനിടക്ക് ഉരുവം വന്ന് ചാടി തന്നാലോ? ചാടുന്നെങ്കിൽ അപ്പോഴും കണ്ട മാതിരി കൈനാടണം. ഇങ്ങോട്ട് ഈ മടിയിലോട്ട് ചാഞ്ഞു കിടന്നോ? എത്ര പെട്ടെന്നാണ് മങ്കപ്പെണ്ണാളിന്റെ ഉറക്കം.
നടന്നു നടന്ന് തളർന്നുപോയി. വല്ല കരടിയും വന്ന് മൂക്കിൽ കടിച്ചാലും ഉണരൂല. കാട്ടിലെത്തുന്നല്ലോ. എന്ത് ഒരു കരിമാൻ ഒറ്റക്കാണല്ലോ വരവ്. മങ്കപ്പെണ്ണാളിനെ ഉണർത്താതെ ഇവനെ കൈനാടണം. ചന്ദ്രക്കലമനു കുട്ടി അമ്പാണ് ഇവന്റെ നേരെ വിടേണ്ടത്. നാവാരി വർമ്മം നോക്കി തന്നെ വിടണം. അമ്മേ തമ്പുരാട്ടി, കൈനാടുന്ന ഉരുവത്തെ മുൻപെത്തന്ന് വീട്ടിത്തായെ കുഞ്ഞായാൻ തുണ തരണം. മേമല വാഴുന്ന ദൈവങ്ങളും കീഴ്വല വന്ന് കുടികൊള്ളണം. അതെ, ഇത് തന്നെ സമയം. നോവാരി വർമ്മത്തിൽ കൊണ്ട് കയറട്ടെ. പേടിക്കാതെ വിടു വിടൂ വിടൂ. അതാണ്ടേ ഒരു കരിമാൻ കിടന്ന് പിടക്കുന്നു. അതാണ്ടേ നോക്ക്, ഉളമാമനത്തിന്റെ മുന്നിലോട്ട്. താണ്ടേ ഒരു കാട്ടാളൻ അരക്കൻ കണ്ണു ഉരുട്ട് ചോപ്പിട്ട് വരുന്നു. കൊക്കരിച്ചും കൊണ്ട് വിളിക്കാതെ മതി. ഈ കാനികന്റെ തോളിൽ ചേർന്ന് പുറകെ നിന്നു കന്നി. അയാളുടെ കണ്ണുകൾ തീക്കട്ട പോലെ അത് കറങ്ങുന്നത് കണ്ടോ? ഇവൻ ആര്? ഇപ്പൊ എവിടുന്ന് വന്നു? പൊക്കം ഒരാളിന്റെ ഇരട്ടി വരുമല്ലോ. വൈക്കോല് തുറ കൂട്ടിയ പോലെയല്ലോ തടി. ചോര ഊറ്റി കുടിച്ച പോലത്തെ നാക്ക്. ഇവൻ കാട്ടിലെ അരക്കൻ തന്നെ. അയാൾ എന്താണ് പറയുന്നത്? ഒന്നും മുണ്ടാതിരിക്കേ. എന്തിനാ ഒരുക്കുമെന്നറിയട്ടെ. ദാണ്ടേ വീണ് കിടന്ന് പിടക്കുന്ന മാനിനെ ചെന്ന് എടുക്കുന്നു. പൊക്കി എടുക്കുന്ന ഉരുവത്തെ എടുക്കരുത്. എടുത്താൽ കരിമാൻ താപ്പട വീണ് കണക്ക് താനും താപ്പട വീഴും. എന്നെ തടഞ്ഞു നിർത്തുന്നത് അടിച്ചു വന്ന് കൊക്കേനറി. മലയമ്മ തമ്പുരാട്ടിയുടെ മുമ്പിലെ വെള്ളുവ ചെറുവേറ്റ് കുമ്പിടും. അതിന് കാനികന്റെ കൂടെ മറിമായം കാട്ടിയാലോ അമ്പ ഇത് മറിക്കും. അരക്കൻ കാട്ടാളെ എന്തിനാണ് കൈക്കറികൾ കാണിക്കുന്നത്? ഏതിനും നമ്മക്ക് പടക്കം വേണ്ടാന്ന്. ഉരുവത്തിനെ അയ്യവൻ തന്നെ കൊണ്ടുപോട്ട്. നമുക്ക് വേറെ ഒന്നിനെ കൈനാടാം. ഇത് വേണ്ട കന്നി. ഇവ ഏതോ മറിമായക്കാരൻ അതിന്. ഇവനെ വിട്ടുടാ. വിട്ടാ മലയമ്മ കോപിക്കും. ആരാ നീ? ചെറുതാണെന്ന എന്നെ വഴിതെടുക്കാനാണോ? നിന്നെ ഞാൻ കൊല്ലും. കാനികൻ ഏതു മറിച്ച ഉരുവത്തിനെ കാനികൻ തന്നെ ഇവിടുന്ന് കൊണ്ടുപോകും. അരക്കൻ ഉരുവത്തെ വലിച്ചെറിഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെ വരണ. പേടിയാവുന്നു. മങ്ക എന്റെ പുറയിൽ ചേർന്ന് നിന്നോ. അയാളെ കളരിയിലെ അടവ് മുറയില് ചുവടും വെച്ച് ഒരു കൈയടവ് നമുക്കും നോക്കാം. ഏനും ഒന്ന് ചവിട്ടി തിരിയട്ട്. മങ്ക ഒന്ന് വലം മാറുന്നില്ല. എന്റോടെയാണോ നിന്റെ അടവ് ചവിട്ടിയുള്ള ഈ കളി? കാലി തൂക്കി നിലത്തടിക്കും. ഈ കാനിക ചെറുവേടിന്റെ ചുണ ഒന്ന് കാണിച്ചു തരാം. അയ്യോ എന്റെ തമ്പുരാട്ടി, കാനികനെ പിടിച്ചു മലർത്തി അടിയിലാക്കി കളഞ്ഞല്ലോ. അരക്കൻ അതാ പുറത്തു കയറിയിരിക്കുന്നു. വിലകളെ അടിച്ചു വരട്ടി ദൂരത്താക്കണേ തമ്പുരാട്ടി, മലദൈവങ്ങളെ. മങ്കേ മങ്കേ ഉണ്ട്, വഴിയുണ്ട്. കൂനം കുരുക്കുമോ? കണ്ടകാലം കുരുക്ക് എറിഞ്ഞു പിടിക്കണം. നാര് കയറ് പിഴുത്തിനാര് കയറിയുണ്ട്. കളരിയമ്മേ, കണ്ടകാലം കൂനാൻകുരുക്ക് വേല നേരാക്കി തായേ, തൊണ തായേ. എന്റെ ആണാവിന്റെ ഉയരിന് തൊണ തായേ. അരക്കന്റെ കൊലനാളി ഇറക്കി അമർത്തി തായേ. അങ്ങനെ ഇറങ്ങട്ടെ, കണ്ണ് തള്ളട്ടെ. കാനികനെ അങ്ങനെ വിട്. ഇതാ ഏറ്റു പിടിച്ചോ അരക്ക. അടുത്ത കണ്ടകാലം കുരുക്ക് 8 ഞെട്ടും 16 വർമ്മവും അടങ്ങുന്ന കണ്ടകാലം കുരുക്ക്. അങ്ങനെ അങ്ങ് അടങ്ങ്. ഇനി നിന്റെ ഉയിരിന്റെ കാര്യം മലയമ്മക്ക്. കളരി ആശാൻ കൊലക്കേ മറുകല പറഞ്ഞിട്ടുള്ളൂ. ഏങ്ങളായിട്ട് വകവരുത്തുന്നില്ല. മങ്കയാളെ എഴുന്നേറ്റ് മങ്കേ. നമുക്ക് ഇനി എവിടുന്ന് പോവാ? രണ്ടാളും കൂടെ ഈ ഉരുവത്തിനെ നോക്കി ഇവിടുന്ന് പോവാ. എന്ത് ശബ്ദാണ്? മുഴങ്ങിക്കേൾക്കുന്നു.
നമുക്ക് നടന്നു പോകാം, എന്തരോ ആവട്ടെ. എന്തോ കുറുവലക്കേട് തന്നെ. എന്തിനാണത്? മിണ്ടാതെ നിൽക്ക്. കുറേ മറവന്മാരും കൂട്ടം. കാട്ടുമറവമ്മ. ഇങ്ങനെയും മറവന്മാരോ? കാരിരുമ്പ് കൊണ്ടുണ്ടാക്കിയ കണക്ക് ഉടലിൽ കോയിത്തരിവാൾ അറ്റത്തുറപ്പിച്ച നെട്ടാമ്പളകള്, വാക്കത്തി, കുന്തക്കോല്, നീളം ചാക്ക്, ഓ എന്തരെല്ലാം. അതാ അവര് കൊറേ മറവന്മാര് ഇങ്ങോട്ട് തന്നെ ഓടി വരണ. പേടിക്കാണ്ടെന്നില്ലേ? വേണ്ടേ, അവര് രണ്ടുപേര് വീതം കൂട്ടുകൂടി ഉടലും പൊലിച്ചോണ്ട് നമ്മുടെ അടുത്തോട്ട് വരുന്നു. വരട്ടെ. കാട്ടിലെ മറവന്മാര് എന്തിനാണ് ഒരു വഴി? ഈ വരച്ച് കയറിയിട്ട വട്ടത്തിനകത്ത് നിന്ന് പുറത്തേക്ക് കാല് വെച്ചു പോകരുത്. ഈ ഉരുവത്തെ ഇവര് നമുക്കായി കൈരാടി കൊണ്ടുവന്നിരിക്കും. ഇതിനെ ഉടനെ അരിഞ്ഞ് തുണ്ടിച്ച് തീയിലിട്ട് പൊരിച്ച്, എന്നിട്ട് പച്ചനേർച്ചയും കഴിച്ച് തീറ്റിയും തീർന്നിട്ട് കാര്യങ്ങൾ ഉറപ്പിക്കാം. അമ്മാനിരച്ച് ചുട്ടുപൊരിച്ചത് അത്രയും ഇലയുടെ പുറത്ത് നിരത്തി. ഇങ്ങോട്ട് ഇങ്ങോട്ട്. ഈ ഇലയുടെ പുറത്ത് നേർച്ചക്കുള്ളത് നിരത്തി വെച്ച് ഇനി എല്ലാവരും ദൈവങ്ങളെ നനച്ചോണ്ട് നിന്നോളി. ഇത് ഒന്നാമത്തെ ഇലയിലേത് കാട്ടിലെ തീറ്റിയും തുണയും തരണ തമ്പുരാക്കി. അടുത്ത ഇലയിലത് നെറുപ്പ് മോഡല്. മൂന്നാമത്തെ ഇലയിലത് മലമുത്തപ്പന്. നാലാമത്തേത് 4 ദിക്കിലെ ദേവന്മാർക്ക്. അഞ്ചാമത്തെ ഇലയിലത് പഞ്ചമിലയിലെ പേകൾക്ക്. അയ്യോ, വെളികൊണ്ട് തുള്ളുന്നു. ഉറഞ്ഞു തുള്ളട്ടെ. എന്താണ് തുള്ളി പറയുന്നത് കേൾക്കാം. അയാൾ മണിയെങ്കിലേക്ക് എഴുന്നു വരുന്നു. മലയായ മലയിലെ മഴവ മക്കളെ കേട്ടിൻ. മലയമ്മ തമ്പുരാട്ടി കാനികനോടും മങ്കപ്പെണ്ണിനോടും കനിഞ്ഞിരിക്കുന്നു. കാനികനെയും മങ്കയെയും മാറ്റാനായി കാണണ്ടാന്ന്. അവർക്ക് ഉണയോറായി തന്നാളായി കാണിട. മകവും മക്കളെ, ഐവർക്ക് മുടങ്ങാത്ത തീറ്റി കൊടുക്കണം. ഐവർക്ക് ഒരു കാലോ ഒരു തോടോ ദുഃഖവും വരരുത്. ഐവർ നമ്മുടെ കൂട്ടത്തിൽ ചേർന്ന് ചേരിയായ ചേരികളിലെ കുടികൾ കാണിച്ചു തരും. ആനക്കൊമ്പും കസ്തൂരിയും കോരോജിനും പുലിത്തോലും വെറുംചട്ടവും കഞ്ചാവും ഉണക്കി മുറുക്കിയതും എല്ലാം ഒഴിച്ചു വച്ചിരിക്കുന്നിടം കാണിച്ചു തരും. കാനികനെയും മങ്കയെയും മലയമ്മയുടെ അനുമാനന്ദപ്പെട്ട മക്കളായിട്ട് നിയമിച്ചുകൊള്ളി. ഏകളും ഭൂതങ്ങളും നീങ്ങി വര. അതാ അയാളും മറിഞ്ഞു വീഴാൻ പോണ്. മറ്റുള്ളവരേതാണ്ട് പിടിച്ചു കിടത്തുന്നു. ഇനി ഒരു തീറ്റി വേണമായിരിക്കും. കൂട്ടത്തില് അടികശപിശയും നടന്നാലായി. എങ്ങനെയാണെന്ന് വഴിതിരിയാൻ എങ്ങനെയെന്നറിഞ്ഞില്ല. വരട്ടെ. അപ്പോഴ് ഒരു വഴി തെളിഞ്ഞു വരും. തീറ്റിമേലയുടെ പടക്കവും ഒന്ന് കാണണം. നേരം രാത്രിയായി കഴിഞ്ഞില്ലേ. ഇനി ഇവർക്ക് ഇന്ന് യാത്ര കാണൂല. ഇവിടെ തന്നെ ചടയും. നമുക്ക് കണ്ണ് ചിമ്പിളിക്കാതെ നോക്കിക്കൊണ്ടിരിക്കാം. കിഴക്ക് ഒരു വെള്ളി മിന്നിക്കാണുന്നു. അമ്പിളി അമ്മാത്തിന്റെ വരത്തെഴുന്നള്ളത്ത് നമുക്ക് നടക്കാം. നടക്കാം. എന്നെ കൈവിടല്ലേ. കൈവിട്ടുകളി.
വിട്ടിട്ട് ഏൻ ഗമ്മിക്കളി. എന്നിട്ട് ഗമ്മിയാരും മങ്കയും കൂടെ കാണും. മങ്ക എന്നെയും കഴിഞ്ഞിട്ട് പോവാണ്ടിരുന്നാ മതി. കാട്ടുമാവന്മാർ ഇപ്പോഴത്തേന് എവിടെയായിരിക്കും? ഇവര് തലവെച്ച് വാക്കിന് പോയിട്ടുണ്ട്. രാത്രി നേരത്ത് ഇവർക്ക് കാട്ടിലെ എന്തിനാണ് വേല? ആയതെന്തൊരു വാട്ട്. നമുക്ക് നടക്കാം. വായ്ത്താര കണ്ട് നടക്കാൻ തക്കോണം അമ്പിളിയുടെ വെട്ടം കിട്ടുന്നുണ്ട്. ദാണ്ടേ കിഴക്ക് വടക്കുമാറി ഒരു കോങ്ങല് കാണുന്നു. അത് ആന കയറാമലയായ കോട്ടയപ്പൻ കയറ്റമാണ്. നമുക്ക് അങ്ങോട്ട് നടക്കാം. എന്തിന്? വഴിയുണ്ട്. എന്ത് വഴി? എനിക്കൊന്ന് മയങ്ങണം. ഉറങ്ങാനോ? മങ്കപ്പെണ്ണ് എന്റെ കൂടെ നിഴലായിട്ടുള്ളപ്പോഴ് മയങ്ങാനും എവിടെയായാലും വഴിയുണ്ടാവും. വേണ്ട നോക്കി. എന്ത് നോക്കണം? അതാണ്ട് ഒരു വെട്ടം, വിളക്ക് വെട്ടം പോലെ. ആരാണ്ട് വിളക്കും കത്തിച്ചിരിക്കണ മാതിരി. ഉള്ളത് തന്നെ. അങ്ങോട്ട് തന്നെ പോകാം. വഴിവിളക്കി പേയ്കൾ വല്ലതും ആണെന്നറിഞ്ഞില്ല. വഴിവിളക്കി പേയ്കളുടെ അലവ് കണക്കാനുള്ള ഏരുചിരികള് നമ്മളുടെ കയ്യിലല്ലേ ഇരിക്കണത്. എന്ന് വെച്ച് മൂച്ചു പിടിച്ച് നടന്നോളണം. അതാണ്ട് വിളക്ക് വെട്ടത്തിന്റെ മുമ്പ് ഒരാള് രൂപം പോലെ. ആള് രൂപമോ? ഭൂതമോ? പേയോ? എന്തിനാണ്? പേടിപ്പെടുത്താണ്ടിരി. പേടി പറഞ്ഞാലേ ഇന്ന് മുമ്പോട്ട് നടക്കൂല. മിണ്ടാണ്ട് നടന്നുവാ. ഇല്ല, മിണ്ടൂല. എന്തോട്ട് വരണം? മങ്ക പേടിക്കാണ്ട് എന്റെ എളിയിൽ കെട്ടിപ്പിടിച്ചോ. ഒരാള് നാട്ടും പുറത്തുള്ള മറിമായക്കാരനെ പോലെ തന്നെ തോന്നണം. മൃഗങ്ങളൊന്നുമല്ല, ഏറ്റവും ഗന്ധർവരുമായിരിക്കാം. പാല പൂക്കുകയും പൂക്കെയ്ത കാടുകള് പൂത്ത് കുലച്ചു മറിയുകയും ചായുകയും ചെയ്യുമ്പോ ഏറ്റവും ഗന്ധർവനും ഇങ്ങനെ വേഷം മാറി ഇറങ്ങുമെന്ന് കേട്ടിട്ടുണ്ടല്ലോ. അല്ല അല്ല, ഇവര് മനുഷ്യര് തന്നെ. നിങ്ങൾ ആരാണ്? വ്യക്തം പറഞ്ഞോളി. ഞങ്ങള് ചിങ്കിലു വനത്തിലെ ചേരിക്കാരർ വെള്ളവച്ചെറുവേടനും മങ്കപ്പെണ്ണാളും. ഞങ്ങൾക്കൊന്ന് പേടി തീരും വരെ കുത്തിയിരിക്കണം. ഓഹോ, അങ്ങനെയെങ്കിൽ പേടിക്കാണ്ട് വരും. കിടങ്ങിന്റെ തടിപ്പാലം അങ്ങ് നീക്കിയിട്ട് തരാം. ഇനി ഇതില് നടന്നോളി. നോട്ടം വേണം. തെന്നിത്തെറിച്ച് താഴെ മറിഞ്ഞു വീണ് പോകരുത്. നോക്കി നടക്കാം. എന്റെ കൈക്ക് പിടിച്ചോണേ. അങ്ങനെ, അത് തന്നെ, അങ്ങനെ. ഇനി ഇങ്ങോട്ട് പോരി. ഇങ്ങോട്ട് ഇരുന്നോളി. ഏനൊന്ന് ചാരി ഇരിക്കണം. ഈ കാനികന്റെ മുതുകിൽ തന്നെ ചാരിക്കോ. ഉറങ്ങണെങ്കിലും പേടിക്കണ്ട, ചാരിക്കിടന്നോ. ഈ എണ്ണക്കായ ഒന്നിൽ കൂടെ തീ പിടിപ്പിക്കട്ടെ. വെട്ടം ഒന്നുകൂടെ തെളിഞ്ഞു വിട്ടിട്ട്. ഒന്ന് നല്ലോണം ചാഞ്ഞോട്ട്. ഇതാട്ടെ, ഇങ്ങോട്ട് ചാഞ്ഞോളൂ. എങ്ങോട്ട്? എന്റെ മടിയിലേക്ക്. നിങ്ങളെന്താണ് രഹസ്യം പറയുന്നത്? പേടി തോന്നുന്നു. ഞങ്ങള് ആനപിടുത്തക്കാര്, വാരിക്കുഴിയിൽ ആനയെ ചാടിക്ക് പിടിക്കുന്നവര്. കൊള്ളക്കാരൊന്നുമല്ല. പേടിക്കൊന്നും വേണ്ട കേട്ടോ. പേടിയൊന്നുമില്ല. ഒരുറക്കത്തിനുള്ള ഇരവ് ഇനിയും ശേഷിച്ചിട്ടുണ്ട്. ആ മങ്കക്കുട്ടി ഒന്ന് ഉറങ്ങിക്കൂട്ട്. എന്തിനു മങ്കേ എന്റെ പുറത്ത് ചുരുണ്ടുന്നത്? എന്താണെന്ന് തെളിച്ചു പറയാമോ? എന്നെ പേടിയാവുന്നു. എന്തിനു പേടിക്കാൻ? പേടി. എന്താ ഒരു തിമിർപ്പ്? ആന ചിഹ്നം വിളിക്കുന്നു. ആനയുടെ വരവോ? അത് നമ്മുടെ പതിവുകാരൻ ആനച്ചേട്ടന്റെ വരവ് തന്നെ. നമുക്ക് കിടങ്ങിന്റെ തടിപ്പാലം അകത്തേക്ക് വലിച്ചു കളയാം. മതം പൊട്ടിയ ഭ്രാന്തൻ ആനയായിരിക്കും. അതാണ് ഈ ആ സമയത്ത്. ഈ തടിപ്പാലം പിടിച്ചു മാറ്റിയില്ലെങ്കിൽ മൂപ്പൻ ഇതിനെ ഇങ്ങോട്ട് കടക്കാൻ നോക്കും. തടിപ്പാലം തകർന്ന് താഴെ വീഴുകയും ചെയ്യും. മൂപ്പരിങ് എത്തിക്കഴിഞ്ഞു. ഇത് നമ്മുടെ പതിവുകാരൻ തന്നല്ലോ. എല്ലാരും പറയണ് ഈ ശല്യക്കാരൻ മൂപ്പര് വല്ലപ്പോഴും ഒക്കെ ഇവിടെ ദൂരെ വന്നു നിന്ന് ആളറിയിപ്പ് നടത്താറുണ്ട്. കോട്ടയപ്പനെ വിളിച്ചുണർത്തുമ്പോ തിരിഞ്ഞു പോവുകയും ചെയ്യും. കോട്ടയപ്പൻ മലമുത്തപ്പൻ. ആനയാര് തിരിഞ്ഞു പോകുന്നില്ലല്ലോ. എന്തോ പിശകുണ്ട് കാര്യമായിട്ട്. ഇനി അവസാനത്തെ പ്രയോഗം തന്നെ. കാനികനെ, ഇതാന്റെ ഒരു കാഴ്ച കണ്ടോ? എന്ത് കാഴ്ചയാണ്? കണ്ടോണം. ഇതാ എണ്ണക്കായി അമ്പിൽ കുരുക്കുന്നു. അമ്പിന്റെ അഗ്രത്തിൽ നിന്ന് 4 വിരൽപ്പാട് പിന്നിലോട്ട് കോർത്ത് ഇതാണ്ടെ ഇങ്ങനെ വെച്ചിട്ട് തീ പിടിപ്പിക്കും. കുന്തിരിക്ക പൊടിയിൽ മുക്കി തീ പിടിപ്പിക്കും.
പിന്നത്തെ വേണം ഒന്ന് കണ്ടോളണം. അടങ്ങിക്കോടാ ചുട്ടിത്തലയാ ചുണ്ടിക്കാരാ. ഇതാ പിടിച്ചോ. ഈ തീയമ്പ് ആനമൂപ്പരുടെ ചെവിക്ക് തൊട്ടു പിറകിൽ തുളച്ചെന്ന് കയറും. എണ്ണക്കായ അണയൂല. തൊലിപ്പുറത്ത് തീ ഏറ്റു തുടങ്ങുമ്പോൾ പിന്തിരിഞ്ഞങ്ങോട്ട് ഓട്ടവും പിടിക്കും. ഉണ്ടയും ഇട്ട് അങ്ങനെ 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 അങ്ങ് പായും. ഇപ്പൊ തന്നെ അത് കാണാം. പേടിക്കാതിരി മങ്കി. മങ്കി കോട്ടയപ്പൻ മരമുത്തപ്പൻ. ആ ആ ആ അങ്ങനെ ഓടിക്കോ പോലെ ഓടിക്കോ ഓടിക്കോ. ശരീരം കുടയാണ്ട മൂപ്പരെ ഓടിക്കോ. കരങ്ങല് വെള്ളവും തെറ്റി തെറ്റി നെല്ലിക്കമ്പും വലിച്ചൊടിച്ച് ഓടിക്കോ. അങ്ങനെ തിരിഞ്ഞു നോക്കാതെ ഓടിക്കോ ഓടിക്കോ. വേലത്തരം കൊള്ളാം. ഈ മൂപ്പർക്ക് ഒരു കൂട്ടുകാരൻ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു, കുഞ്ഞിക്കണ്ണൻ. അവനിപ്പോഴും ഞങ്ങളുടെ കൂടെ ഇല്ല. അതെന്ത്? ഇതുപോലൊരു സംഭവം. ഈ ആനയെയും നിങ്ങൾ രണ്ടുപേരെയും കൂടി കണ്ടപ്പോ കുഞ്ഞിക്കണ്ണന്റെ കാര്യം ഓർത്തുപോയി. ആ കുഞ്ഞിക്കണ്ണനെയും കൂട്ടുകാരിയായിരുന്ന നങ്ങപ്പെണ്ണിന്റെയും പുനർജന്മമാണോ കാരികരും മങ്കയെന്ന് പോലും സംശയിച്ചു പോകുന്നു. അന്നും ഇതുപോലൊരു കാട്ടുകൊമ്പ് ഇളകി ഒരു കാട്ടുമങ്കയെ ഒറ്റപ്പെടുത്തി ഓടിച്ചു. പകൽ സമയമായിരുന്നു. ഒരു വക നീ പേടിക്കണ്ട. വാ, ഈ ആന മറത്തോട്ട് കയറിക്കോ. ആന കിടങ്ങിനിപ്പുറം കേറത്തില്ല. വാ, ഭയപ്പെടണ്ട, ഓടി വാന്ന്. ഇതാ ഇങ്ങോട്ട് കയറിക്കോ. അങ്ങനെ 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 കയറിക്കോളൂ, ഇങ്ങോട്ട് കയറിക്കോളൂ. നിനക്ക് എന്ത് പറ്റി കണ്ടി? നീ ആരാണ്? മലയില് മലവേലിന്റെ ഒറ്റക്കൊരു മോള്. കന്നിയുടെ പേര്? നങ്ങപ്പെണ്ണ്. മൂങ്ങാപ്പെണ്ണ് അല്ലെന്ന്, നങ്ങപ്പെണ്ണ്. ഏതിനും പേടിക്കാതിരി. അച്ഛനിപ്പോ എവിടെ? കുടി തന്നെ കാണും. വാരിക്കുഴിയിൽ ആന വീണാല് അതിനെ കുഴിന്ന് കയറ്റിക്കൊണ്ടത് അച്ഛനാണ്. നാട്ടകത്ത് തമ്പുരാന്റെ അതിന് സമ്മാനങ്ങളും കിട്ടും. നാട്ടകത്തെ തമ്പുരാൻ നങ്ങപ്പെണ്ണിന് ഒന്നും തരില്ലേ? തരും. ഞങ്ങള് കുഴിക്കരയിൽ വന്ന് ആനക്കളി നടത്തുമ്പം ഞങ്ങൾക്കും സമ്മാനങ്ങൾ തരും. എന്നാലേ ഇനി അടുത്ത് തന്നെ തമ്പുരാനെ കൊണ്ട് സമ്മാനം തരിക്കാം. എങ്ങനെ? ഞങ്ങള് ഇപ്പോഴും ഞങ്ങപ്പെണ്ണിനെ പേടിപ്പിച്ച നെല്ലൊലിക്കൊമ്പനെ വാരിക്കുഴിയിൽ വീഴ്ത്തും. അപ്പോഴ് നിങ്ങൾക്ക് സമ്മാനം തരും. നെല്ലൊലിക്കൊമ്പനെ വാരിക്കുഴിയിൽ ചാടിക്കാൻ ഒക്കണതല്ല. അയവൻ വേല പഠിച്ച ആനയാര് താന്. ആട്ടെ, നെല്ലൊലിക്കൊമ്പനെ കുഴിയിൽ ചാടിച്ചാലോ നങ്ങപ്പെണ്ണ് ആനക്കളി നടത്താൻ കുഴിക്കരയിൽ വരുമോ? എങ്കിൽ വരും, കട്ടായമായും വരും. ആനക്കളി നടത്തുകയും ചെയ്യും. എങ്കിൽ ഈ കുഞ്ഞിക്കണ്ണൻ നങ്ങപ്പെണ്ണ് കുഴിക്കരയിൽ നിന്ന് കളി കളിക്കണത് ഉടനെ ഒന്ന് കാണും. ആനിപിടുത്തക്കാരൻ കുഞ്ഞിക്കണ്ണൻ മറിമായക്കാരൻ. ഈ മലവേരൻ അയവനെ കൊന്നു കുഴിച്ചു മൂടും. മലദൈവങ്ങളാണ് സത്യം. മല ഈ മലവേരന്റെ അടുത്ത് പിന്തിരാണത്തരമോ? പിലാത്തി എന്തൊരു പറയണം? എന്തൊരു പറയാൻ. മലയിലെ ദൈവങ്ങളെ നിലനിർത്തിയാണ് ചങ്കുകറക്കി ഒഴിവ് നോക്കി. അങ്ങപ്പെണ്ണ് വിഴച്ചു പോയിട്ടില്ല. ആട്ടും പുറത്തുള്ള മറിമായക്കാരനുമായിട്ട് ഒളിച്ചോടാൻ നേവിച്ചിരിക്കുന്നു എന്നാണ് ഈ പിലാത്തി ഒഴിവ് നോക്കി കണ്ടുവച്ചിരിക്കുന്നത്. മേലായി നീ നങ്ങപ്പെണ്ണ് മലവേരച്ചേരി വിട്ട് പുറത്തിറങ്ങി പൊയ്ക്കൂടാം. ദൈവങ്ങളെ, പനകൃതി ചെയ്തതിന് നങ്ങപ്പെണ്ണിനെ പിടിച്ചുകെട്ടി പുളിങ്കൊമ്പിന് 21 അടി കൊടുത്താ മതി. ആ മറിമായക്കാരനെ എന്തിനു ചെയ്യണം പിലാത്തി? നോക്കട്ടെ. ആ മറിമായക്കാരനെ ഇപ്പൊ ഒന്നും ചെയ്യണ്ടാന്ന്. ചെയ്താല് നാട്ടകത്തെ വലിയ തമ്പുരാൻ കോപിക്കും. എന്നാ പിന്നെ അങ്ങനെ. നങ്ങയുടെ അച്ഛൻ മലയിൽ മലവേലൻ വല്യമൂപ്പര് വിലക്കാലോ കന്നി? എന്നാൽ ഈ നങ്ങപ്പെണ്ണ് കുഴിക്കരിയിൽ ആന കളിക്കാൻ വരണ്ടാന്, തീർക്കേണ്ടാന്. എങ്കിലേ നങ്ങക്കന്നിയുടെ ആനക്കളി കുഞ്ഞിക്കണ്ണൻ കണ്ണുകുളിരെ കാണും. വാരിക്കുഴിയിൽ നിന്ന് ആനയെ കയറ്റാനുള്ള ആളുകളെല്ലാം എത്തിയിട്ടുണ്ട്. പേങ്കിയോളയിലെ നായന്മാരും നാട്ടകത്ത് നിന്ന് പിള്ളമാരും തമ്പുരാന്റെ കാര്യക്കാര് എല്ലാരും എത്തി. അതാ മലയിൽ മലവേരൻ മുമ്പിലോട്ട് വന്ന് വായ്ക്കരിപ്പണം വാങ്ങിച്ച് വായിലിടുന്നു. കുരുക്കും വീശി എറിഞ്ഞു. ആനക്കളി ഇപ്പോ അങ്ങ് അരങ്ങ് തകർക്കും. കൂട്ടത്തിൽ നങ്ങപ്പടിനെ കാണുന്നില്ലല്ലോ. ഇങ്ങോട്ട് മാറി ചുണയായിട്ട് വാറും വടം പിടികടാ കുഞ്ഞിക്കണ്ണ. ആനക്കളിക്കാരുടെ കഞ്ഞികളെ നോക്കി നിൽക്കാതെ. അതാന്റെ വരുന്ന നങ്ങപ്പണ്ണ് ദേവലോകത്തെ സുന്ദരിയെ കണക്ക്. അതാ വാരി
വാരിക്കുഴിയിലേക്ക് മറിക്കുന്നു. എന്ത് കഷ്ടം! നമ്മ പെണ്ണ് ഒറ്റയ്ക്ക് വാരിക്കുഴിയിലേക്ക് തിരിഞ്ഞു നോക്കാതെ പോകുന്നു. നിങ്ങൾ പോലെ അവരാണ് വാരിക്കുഴിയിലേക്ക്. അയ്യോ! കുഞ്ഞിക്കണ്ണന്റെ പഴയ കൂട്ടുകാരൻ ആന കൂടെ കൂടെ ഇങ്ങനെ വരും. അവനെ തിരക്കി. ഇപ്പോഴും വന്ന് തിമിർത്തിട്ട് പോയ ആനിയാര് തന്നെയാ അത്? അതേന്ന് കാലികനെയും ഈ ഇരിക്കണ മങ്കയും കണ്ടിട്ട് കുഞ്ഞിക്കണ്ണനും നങ്ങപ്പെണ്ണുമാണെന്ന് ആനമൂപ്പര് സംശയിച്ചു കാണും. അതായിരിക്കും ഇത്രയും തിമിർത്ത് കോലാഹലം കാണിച്ചത്. മങ്കേ, എന്താ നീ ചുറ്റും പരന്നു നോക്കുന്നു? പോണം, പേടിയാവുന്നു. ദാണ്ടേ കിഴക്ക് വെള്ളി കയറി തുടങ്ങി. ചെമ്മാനം കാണുന്നു. ഞങ്ങൾക്ക് ഈ നേരത്തൊരു പൂജയുണ്ട്, ഗണപതി പൂജ. ചോളപ്പുരിയും അവിലും പഴവും കൂട്ടി ഒരുക്കുന്ന പ്രസാദവും തിന്നുകൊണ്ട് നിങ്ങൾക്ക് പോവാം. നിങ്ങൾ കേട്ട നാടകം കാനികൻ. രചന പ്രൊഫസർ കിളിമാനൂർ വിശ്വംഭരൻ. പങ്കെടുത്തവരും കഥാപാത്രങ്ങളും: രാജൻ വട്ടോളി കാനികൻ, പുഷ്പരാജൻ അരക്കൻ, SR ചന്ദ്രൻ മറവത്തലവൻ, CP ഭാസ്കരൻ ആതിരക്കണ്ണൻ, കോന്നിയൂർ വിജയകുമാർ കുഞ്ഞിക്കണ്ണൻ, KA മുരളീധരൻ മലവേലൻ, ഇരവി ഗോപാലൻ പിലാത്തി, PC തങ്കം കാനികമങ്ക, ലീലായൻ ചന്ദ്രൻ നങ്ങപ്പെണ്ണ്.